MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡുകളായിട്ടുള്ള എലമെൻറ്റ്സ് വെൽനസ്, ഓൺ ആൻഡ് ഓൺ എന്നീ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈ ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ ഏതൊക്കെ സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ ഒരു ബ്രോഷർ ഉണ്ടാകാം. ആ ബ്രോഷറിൽ കൃത്യമായിട്ട് ഏതൊക്കെ ലാബുകൾ, ഏതൊക്കെ സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതാണ് ലാബിൻ്റെ പ്രത്യേകത എന്താണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും എലമെൻറ്റ്സ് എടുക്കേണ്ട ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ സർട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ നമ്മുടെ എലമെൻറ്റ്സ് വെൽനസിലായാലും ഓൺ ആൻഡ് ഓണിലായാലും ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് ആയുഷ് പ്രീമിയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലോഗോ കാണാൻ സാധിക്കും, ആയുഷ് പ്രീമിയം എന്നുള്ളത്. ഈ ആയുഷ് പ്രീമിയം എന്താണെന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ പോലും ഈ അറിഞ്ഞു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ മുമ്പ് നിലവിലുള്ള കണ്ടംകുളത്തി ഏലാദിയുടെ ചെറിയ ചെറിയ സ്വീറ്റ്സ്, മുട്ടായികളിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും എനിക്ക് തോന്നുന്നു ഈ മൈ ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് അപ്പോൾ അതിന് ശേഷമാണ്. അതിൽ എലമെൻറ്റ്സ് വെൽനസ് ബ്രാൻഡിലാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ആദ്യത്തെ സർട്ടിഫിക്കേഷൻ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്നീ ചികിത്സാ രീതികൾ കമ്പൈൻ ചെയ്തുകൊണ്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പായിട്ടുള്ള ആയുഷിൻ്റെ ഭാഗമായിട്ട് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ അഡ്വൈസ് പ്രകാരം ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഒരു എക്സ്പേർട്ടായിട്ടുള്ള, ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി സർട്ടിഫിക്കേഷനാണ് ആയുഷ് പ്രീമിയം എന്ന് പറയുന്നത്. ഈ ഒരു സർട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നമുക്ക് ഏത് കമ്പനിക്ക് ലഭിക്കാം, ആർക്കും വാങ്ങിച്ചെടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമാണ്, നിങ്ങളതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ഉൽപ്പന്നത്തിൻ്റെ ഏത് ഭാഗത്ത്, ഇപ്പോൾ ഒരു ബോട്ടിൽ എടുത്താൽ ബോട്ടിൻ്റെ മുകളിലായാലും താഴെയായാലും ഏത് ഏരിയയിൽ നിന്നും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള കണ്ടൻറ്റ് അതിലുണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റിലാണ് നമുക്ക് ഈ ആയുഷ് പ്രീമിയം കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബ്രോഷറിലുള്ള 3 ലോഗോസാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. അതായത് ആയുഷിൻ്റെ ലോഗോയുണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഉണ്ട്, അതുപോലെ നോർമൽ ആയുഷിൻ്റെ, അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ ലോഗോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലില്ലാത്ത ഒരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു ആയുഷ് പ്രീമിയം അല്ലാതെ ആയുഷ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കൂടിയുണ്ട്. ഇന്ത്യയിലകത്ത് മാത്രം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അംഗീകാരമാണത്. പക്ഷേ ആയുഷ് പ്രീമിയം ആകുമ്പോഴെന്താണ് കുറച്ചുകൂടെ ഹയർ ക്വാളിറ്റി ആണ്. അതായത് നമുക്ക് ഇന്ത്യക്കകത്തും പുറത്തും വേറെ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഉൽപ്പന്നം സെയിൽ ചെയ്യാം, കൊണ്ടുപോകാം. വേറെ എക്സ്ട്രാ ബില്ലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എയർപോർട്ടുകളിൽ പോലും കാണിക്കുന്നതായിട്ടില്ല. വളരെയധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്, കയറ്റി അയക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബെസ്റ്റായ ക്വാളിറ്റി ഉൽപ്പന്നമാണ്, അതായത് ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ ഒരു സർട്ടിഫിക്കേഷനാണ് ആയുഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൈലേജിലുള്ളതല്ലാതെ മറ്റുള്ള ഏതെങ്കിലും കമ്പനികൾക്ക് നിങ്ങൾക്ക് ആയുഷ് പ്രീമിയം കിട്ടിയതായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം, അത്തരം കമ്പനികൾക്കൊക്കെ അത് ചിലപ്പോൾ അലക്സൈസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു മുതൽക്കൂട്ടായിരിക്കും. ഇന്ന് നമ്മളുടെ കയ്യിൽ മാത്രമല്ല, ഇന്ന് മറ്റു കമ്പനികൾക്കും ഈ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തേതാണ് നമ്മുടെ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഒരു ഫുഡ് ക്വാളിറ്റി, അതൊരു ഫുഡിന് ഉണ്ടാവേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് FSSAI എന്ന് പറയുന്നത്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മൾ വാങ്ങിക്കുന്ന ചെറിയ സ്നാക്കുകളിലായാലും ചെറിയ പാക്കറ്റുകളിലായാലും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ലോഗോ ആണ്. ലോഗോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതായത് 2006 ഈ പറഞ്ഞ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരമാണ് FSSAI എന്ന് പറയുന്ന ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ ആളുകൾ കൊടുത്തു തുടങ്ങിയത്. ഭക്ഷ്യസുരക്ഷയും അതുപോലെ നിയന്ത്രണം, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ നമ്മൾ സംരക്ഷിച്ച് വെക്കുമല്ലോ, അതായത് സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ, ആ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളും കാലയളവൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് FSSAI എന്ന് പറയുന്ന ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു സർട്ടിഫിക്കേഷൻ നോക്കാം.
MHRA ഫുൾ ഫോം വരുന്നത് മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് റെഗുലേറ്ററി ഏജൻസി എന്ന് പറയും. ഇത് മറ്റു പ്രൊഡക്റ്റുകളിൽ ഉണ്ടോയെന്ന് അറിയത്തില്ല, നമ്മുടെ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങൾക്കും ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതായത് UK ഒരു ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികൾക്ക്, അതുപോലെ തന്നെ തെറാപ്പി മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ ഏജൻസിയാണ് ഈ പറയുന്ന MHRA എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു അംഗീകാരം, സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മുടെ കമ്പനി അവകാശപ്പെടുന്നത്. ഓക്കെ, അടുത്തതാണ് OMRI, ഓർഗാനിക് മെറ്റീരിയൽസ് റിവ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇതൊരു അന്താരാഷ്ട്ര കമ്പനിയാണ്, ഇൻ്റർനാഷണൽ കമ്പനിയാണ്. അത് നമ്മൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന OMRI ആണെന്ന് പറയുന്നുണ്ട്. OMRI ലിസ്റ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉണ്ടാവും നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ OMRI എന്ന് പറയുമ്പോൾ കാനഡ പ്രോഗ്രാം കനേഡിയൻ ഓർഗാനിക് സ്റ്റാൻഡേർഡ്സ് കീഴിലുള്ള ഉപയോഗത്തിലുള്ള ഉൽപ്പന്നങ്ങളും ഇവിടെ പട്ടികപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് തന്നെ നമ്മുടെ സ്രോതസ്സുകൾ, ഉൽപ്പന്നം നിർമ്മിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി ഇൻഷുറൻസിനെ കുറിച്ചാണ് കൂടുതലായിട്ടും ഈ OMRI എന്ന് പറയുന്ന കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു ലോഗോ ആണ് വളരെ ഫെമിലർ ആയിട്ടുള്ള GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഇത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സർട്ടിഫിക്കേഷനാണ് GMP എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും അത്ര മിക്കവാറും എല്ലാവർക്കും വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നൊരു സർട്ടിഫിക്കേഷനാണ് GMP എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്രാസ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ലോഗോ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഗ്രാസ് എന്നത് ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് എന്നതിന് ചുരുക്കപ്പേരാണ്. അതായത് നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കുന്ന ഒരു വസ്തു അത് ക്വാളിറ്റി ഉള്ളതാണ്, അത് സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ഗ്രാസ്, GRAS സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിൽ എത്തിക്കുന്നതിന് മുമ്പായിട്ട് ഇത്തരം പ്രത്യേകിച്ച് പ്രൊപ്രൈറ്ററി മെഡിസിൻസിനൊക്കെ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കുറച്ചും കൂടെ ഒരു ജെന്യുനാലിറ്റി നമുക്ക് ഉൽപ്പന്നത്തിൽ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു ലാബിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത പറയുന്നത്. ലോഗോ കാണാൻ സാധിക്കും, ബ്രൂൻസ്വിക് ലാബ്സ് എന്ന് പറയുന്നത്. ബ്രൂൻസ്വിക് ലാബ് എന്ന് പറയുമ്പോഴേ ഇപ്പം ഫൈറ്റോ കെമിക്കൽ ടെസ്റ്റിംഗ്, മനുഷ്യകോശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ബയോസെറ്റുകൾ, ഫങ്ഷണൽ ഭക്ഷണങ്ങൾ, പോഷക സപ്ലിമെൻറ്റുകൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായിട്ടുള്ള ക്ലിനിക്കൽ പഠനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ലാബാണ് ഈ പറയുന്ന ബ്രൗൺസ്വിക് ലാബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി ഉണ്ട്. ഈ ഒരു അംഗീകാരവും നമ്മുടെ കമ്പനി കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്, കൂടുതൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഈ പറഞ്ഞ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ സൂചിപ്പിച്ച റെപ്റ്റക്കോസ് ബ്ലഡ് ലാബ് എന്ന് പറയുന്നത്, അതായത് ബ്രിട്ടൻ ആസ്ഥാനമാക്കിയിട്ടുള്ള 1930 ആരംഭിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് റെപ്റ്റക്കോസ് ലാബ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ ലഭിക്കുന്ന എല്ലാ എല്ലാ നമ്മുടെ ഇപ്പം കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾക്ക് ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ബ്രാൻഡുകളുടെ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി മറ്റ് ബ്രാൻഡുകൾ തേടി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ബ്രാൻഡ് തന്നെ ഉപയോഗിച്ചാൽ മതി ഏത് കോസ്മെറ്റിക് ആവശ്യങ്ങൾക്കായാലും. അതുപോലെ തന്നെ മറ്റൊരു ലാബിൻ്റെ ലോഗോ ആണ് non-GMO എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലോഗോ സ്ക്രീനിൽ കാണാൻ സാധിക്കും. GMO അല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ ജനിതക മാറ്റം വരുത്തിയിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങളും ചേരുവകളും നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു അംഗീകാരമാണ് non-GMO എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും അതായത് ജനിതക മാറ്റം നടത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങളല്ല എന്നുള്ളതാണ് ആ ഒരു സർട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കേഷനും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്കിതൊരു ഒരു ചർച്ചയായിട്ട് എടുക്കാം. കാരണം നമ്മുടെ ഈ മൈലേഷ്യൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റു ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കും ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ടാകാം. അതൊക്കെ നിങ്ങൾക്കൊന്ന് നമ്മളിവിടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഉള്ള സർട്ടിഫിക്കറ്റുകൾ വേറെ ഏതെങ്കിലും ഡയറക്ട് സെല്ലിംഗ് കമ്പനികളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ
ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ആളുകൾ ഇതൊക്കെ പഠിച്ചു വെക്കുക. ഈ ലാബ്, ഈ സർട്ടിഫിക്കേഷനൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് ഇത് എത്തിക്കുക. നിങ്ങളുടെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് കൂടുതലായിട്ട് വളർത്തുക. ഓക്കെ, അപ്പോൾ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൈലേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.